എടുത്ത് വെക്കാൻ സുമുഖത്തിനോട് ചെന്ന് പറ. നോക്കിക്കോ. രാധിയെ, ഞാൻ ഇപ്പൊ വരാം. വേഗാട്ടെ. ദൈവമേ, കൊച്ചുകാരി ഉടനെ എത്തണേ. ഗോപിയെ, നീ ഇവിടെ തപസിരിക്ക? പെണ്ണ് കാണാൻ വന്നവരങ്ങ് പോവും കേട്ടോ. അയ്യോ, കല്യാണ പാർട്ടി ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ചു. എന്തുറപ്പിച്ചു? എന്താ 101 പവനാ ഉദ്ദേശിക്കുന്നത്. വേണ്ട പോലെ ചെയ്യാന്ന് മുത്തശ്ശി പറഞ്ഞിട്ട്. അതങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അല്ല, ഈ കല്യാണം എന്നൊക്കെ കല്യാണോ? എടോ, ഇത് കല്യാണ മണ്ഡപത്തിന്റെ കാര്യമായിരിക്കും. ഓ, അത് നേരത്തെ തന്നെ ശരിയാക്കിയാണല്ലോ. ഇനിയിപ്പോ സ്വർണ്ണ ഗോപുരത്തിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. 101 പവൻ ചോദിച്ചെങ്കിലും 51 പവൻ തരാമെന്ന് മുത്തശ്ശി ഏറ്റിട്ടുണ്ട്. ദൈവത്തിന്റെ കാര്യമല്ലേ? അല്ലേ? അവിടെ ഏതോ കല്യാണം നടക്കുക. അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവര് അയ്യേ, അപ്പൊ ഇത് പിരിവ്. ഈ കൃഷിക്കാരെന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. അല്ലാതെ ഈ ദുബായ് അമേരിക്ക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. കുടുംബം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞങ്ങളുടെയും പാരമ്പര്യം. അതാണ് സംഭവം. അത് നേരെ. നമസ്കാരം. നീ എവിടുന്ന് ഈ ഓടിക്കതച്ച്? അല്ല, എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതാണോ പയ്യൻ? അല്ലല്ല, ഇതാണോ അല്ലയാ? ഞാൻ പെണ്ണിന്റെ സഹോദരനാ, കൊച്ചീഷൻ. ഇവർക്ക് ചായ ഒന്നും കൊടുത്തില്ല. ഇപ്പൊ കൊണ്ടുവരാം. പെങ്ങളെ ഇപ്പൊ വരാ. വലിയ ഉത്സാഹക്കാരനാ. പൈലറ്റാ വിമാനത്തിലെ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇങ്ങനെ നാണം തുടങ്ങിയാലേ കല്യാണത്തിന് എന്തായിരിക്കും സ്ഥിതി? ഇത്ര നേരമായിട്ട് ചായ ഒന്നും കൊടുത്തില്ലേ? കല്യാണം ചേർക്കാൻ അവന്റെ പാട്ടിന് പോവും. അതിന് ഗോപിയെ റെഡി ആവണ്ടേ? പേടിച്ചിരിക്കുക. എന്താ പെങ്ങളെ ഇത്? ഈ വക കാര്യങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്നെ ചായ പലഹാരങ്ങളൊക്കെ എടുത്തു ചെല്ല്. നീ ഒന്നും പേടിക്കണ്ട, വെരി ഈസി. വാ പറയാം. കൊണ്ടുകൊടു. ചെല്ലി. ഇത് ചുഴലി. താക്കോൽ എടുത്തിട്ട് വാ. താക്കോൽ ഇവിടെ ഉണ്ട്. അയ്യോ, കിട്ടി. കയ്യിലോട്ട് വിടും. മുറുക്കി പിടിച്ചോ. പിടിച്ചോ. പിടി. പിടിച്ചോ. മുറുക്കി പിടി. പിടി. എന്നാലും എന്റെ ദൈവമേ, ആ സമയത്ത് തന്നെ ഇങ്ങനെ വന്നല്ലോ. കഷ്ടമായിപ്പോയി. ഇതിനു മുൻപ് ഇങ്ങനെ വരാറുണ്ടോ മോളെ? പേരുകേട്ട തറവാടാ കണിമംഗലം. ഇതുപോലൊരു ബന്ധം എനിക്ക് കിട്ടുവോ? അവൾ ആകെ അപ്സെറ്റ് അമ്മായി. പെങ്ങൾ വിഷമിക്കണ്ട. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ആങ്ങള കൊണ്ട് തരും. മുത്തശ്ശി, ബോബിക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടത്? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ്, മരുന്ന്? ഒന്നും വേണ്ട. ഹോമിയോയിൽ ഇതിന് നല്ലൊരു മരുന്നുണ്ട്. ശാലം കൂടെ കൊടുക്ക്. കുറച്ച് ദിവസം യുബിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ. എന്തായി? പ്രശ്നമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമുള്ള കുട്ടിയല്ലേ. ഞാൻ പോയി അവരോടൊന്ന് സംസാരിച്ചാലോ? അത് ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. അസുഖം മാറുന്ന ചിലപ്പോ അവരുടെ മനസ്സ് മാറിയാലോ? അതൊന്നും വേണ്ട. കേട്ടോ അമ്മേ, നമ്മുടെ വടക്ക് വശത്തുള്ള ഒരേക്കർ തെങ്ങും തൊപ്പൂടെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവരങ്ങ് സമ്മതിച്ചു. അതെവിടുത്തെ? അല്ല, അതേതായാലും നന്നായി. നമ്മള് കിടന്നോളൂ. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ആ പെങ്കോന്തൻ കല്യാണത്തിന് സമ്മതിക്കുന്ന ആരറിഞ്ഞു? ഇനിയിപ്പൊ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാലും അവൻ കെട്ടും. മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, കൊച്ചുകൃഷ്ണന്റെ കല്യാണവും ഗോപിയുടെ കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടത്തണമെന്ന്. നന്നായിരിക്കും. ആ, എന്നാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ പറയാം. അയ്യോ, വെവ്വേറെ അല്ല, സെയിം കല്യാണം. എന്തായി കാണിക്കുന്നേ? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, വെള്ളത്തിന്റെ അടുത്തോ തീ എടുത്തോ പോരുമെന്ന്. നീ എന്താ ഇവിടെ? ഞാൻ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നീറ്റപ്പാ. പെങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെള്ളം കോരരുത്, തീ കോരരുതെന്നൊക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം വരെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായോ? അതിന് അവന്റെ വക ഒരു അഭിപ്രായം വേറെ. മോളോ, അകത്തേക്ക് പോ.
അവിടെ അതല്ല ഇവിടെ വെള്ളം കോരാനും പിറകിട്ടാനൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുകളിലോട്ട് കയറാനും വയ്യ, തിരിച്ചിറങ്ങാനും വയ്യ. തിരിച്ചിറങ്ങാനുള്ള മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. മൂകാംബികയിൽ നിന്നും അമ്പോറ്റി ചിറ്റപ്പൻ മടങ്ങിയെത്തിയാൽ ഉടനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതിനു മുമ്പേ ഗോപിയെ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. എങ്ങനെ മാറ്റും? ഇരു ചെവി അറിയാതെ അവളെയും വിളിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. നന്നായി. ചിറ്റപ്പന്റെ മകളെയും കൊണ്ട് കണ്ണേറ്റിങ്കരയിലെ കൊച്ചി കൃഷ്ണൻ ഒളിച്ചോടിയെന്ന് നാട്ടുകാർ പറയും. മാത്രമല്ല, എന്നെ കാണാതായാൽ രാധികയുടെ അച്ഛനും അമ്മയും തിരക്കിറങ്ങും. ചിറ്റപ്പൻ വെറുതെ ഇരിക്കൂ, മകളെ തിരക്കി അയാൾ ഇറങ്ങും. അതോടെ ഞാൻ കാരണം തറവാട് തകരും. എടാ തറവാടി, ഒരു കളിയും കൂടെ കളിച്ചു നോക്കാം. അത് നിന്റെ ഒടുക്കത്തെ കളിയായിരിക്കും. പറഞ്ഞു തൊലയ്ക്ക്. ഉഷ്ണം ഉഷ്ണേന ശാന്തി. ഒരിക്കൽ നമ്മൾ ഇറക്കിയ അതേ നമ്പർ നമ്മൾ തിരിച്ചു പ്രയോഗിക്കുന്നു. ഇന്നു മുതൽ ഗോപിക അമ്പോറ്റി ചിറ്റപ്പന്റെ മോളല്ല. നിനക്ക് ഭ്രാന്ത് പിടിച്ചാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അമ്പോറ്റി ചിറ്റപ്പൻ ഗോപികയുടെ അച്ഛനല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. എങ്ങനെ? ഗോപിയെ തിരക്കി മറ്റൊരച്ഛൻ തറവാട്ടി വരുന്നു. ഒക്കത്തില്ല സാറേ, പിടിച്ചാലേ വകുപ്പ് ആൾമാറാട്ടമാ. ജാമ്യം പോലും കിട്ടുകയില്ല. 3 കൊല്ലം അകത്താ. തന്നെയുമല്ല, ഈ തന്തയും തള്ളയും വേഷം കെട്ടി വരുന്നതൊക്കെ ഒരുപാട് സിനിമയിലും നാടകത്തിലും വന്നത് കാരണം ആളുകൾ എളുപ്പം കണ്ടുപിടിക്കും സാറേ. അതോർത്ത് പേടിക്കണ്ട. ആ തറവാട്ടിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും നാടകവും കണ്ടിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല. അതെന്താ ആർക്കും കണ്ണും ചെവിയും കേൾക്കത്തില്ലയോ? ഞങ്ങളുടെ അമാവാസിയിലെ പൂനിലാവ് എന്ന നാടകത്തിൽ ഇതുപോലെ കുറെ അന്ധന്മാരുണ്ട്. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ അച്ഛന്റെ കാര്യം നടക്കൂ. പ്രയാസമാണ്. ഇത് അന്തസ്സും അഭിമാനവും അച്ചടക്കമുള്ള ഒരു ട്രൂപ്പാണ്. കാശ് കണ്ടാ കമിഴ്ന്ന് വീഴുന്നവരല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് 1000 2000 വീശി എത്ര അച്ഛനെ വേണമെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ അവന് ദൃശ്യാൽ അച്ഛനെ തന്നെ വേണം. ഇപ്പൊ മനസ്സിലായോ? ദൃശ്യക്ക് അച്ഛനില്ലാന്ന്. വാ എഴുന്നേക്ക്. അല്ല, എന്നത്തേക്കാണ് അച്ഛനെ വേണ്ടി വരിക? അത് ഞങ്ങൾ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് പറഞ്ഞോളാം. വാ, എനിക്ക് മണികണ്ഠയിൽ അച്ഛനേക്കാളും നല്ല അച്ഛനെ ഇവിടുന്ന് വരാം. ഞങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വേണം. ഓ, പ്രായത്തിനൊന്നും ഒരു വ്യത്യാസവും വരരുത്. ഒരു വ്യത്യാസം വരില്ല. സാറന്മാരിനി ഒന്നും പറയണ്ട. ആ കാശിങ്ങെടുത്ത് നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ അച്ഛനും കുട്ടിയും എത്തും. ഉഗ്രമായി അഭിനയിക്കും. എന്നെ കൊണ്ടാവില്ല ഇനി അഭിനയിക്കാൻ. മടുത്തു. അയ്യോ, അങ്ങനെ പറഞ്ഞാലൊക്കില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഒരു അച്ഛനെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ അച്ഛൻ വരുമ്പോ മോളില്ലാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി പ്രശ്നമാണ്. എനിക്ക് ആകെ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. സ്വന്തം അച്ഛനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് എഴുതിയിട്ട് അങ്ങ് അഭിനയിച്ചാ മതി. അച്ഛനാണെന്ന് എഴുതി വിളിച്ചോടനെ ഇറങ്ങി ചെന്നേക്കരുത്. കുറച്ചൊക്കെ എതിർപ്പ് കാണിക്കണം, എന്നാലേ മറ്റുള്ളവർ വിശ്വസിക്കൂ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. തലനാരിഴയ്ക്ക് തെറ്റിപ്പോയ കംപ്ലീറ്റ് പ്രശ്നമാവും. അച്ഛൻ മകളാവും, മകൾ അച്ഛനാവും, നമ്മളെല്ലാം അകത്താവും. അതെ, നീ പറഞ്ഞു ഉള്ള ധൈര്യം കൂടെ എടുത്തുവല്ലോ. എല്ലാം പറഞ്ഞ പോലെ. ഗോപിയെ ചെല്ല്. ആത്മധൈര്യം കൈവിടരുത്. പൊയ്ക്കോ പൊയ്ക്കോ. എന്തൊക്കെയായാലും ഗോപിക ആകെ പേടിച്ചിരിക്കുക. ഇതുപോലൊരു ദുരിതം ലോകത്തൊരു ദമ്പതിമാരും അനുഭവിച്ചിരിക്കില്ല. നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഈ പാടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് അനുഭവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ വാ. ഇവിടെ വന്നിരിക്കാണ്. നീ ഇങ്ങനെ മൂഡൌട്ടായിരുന്ന കാര്യങ്ങൾ നടക്കില്ല. ആ നാടകക്കാർ എവിടെ പോയി കിടക്കുകയാണോ? അവന്മാർ കാശ് മേടിച്ച് മുങ്ങിയതാണോ? ഇനി ചിലപ്പോ വഴിയെങ്ങാൻ തെറ്റിയതാണോ? തെറ്റാൻ പോകുന്ന നമ്മുടെ വഴിയാ. ഏത് നിമിഷം അമ്പോറ്റി ചിറ്റപ്പനും എത്തും. അയ്യോ, ആ നാടകക്കാർ വന്നു. അയ്യോ, അമ്പോറ്റി ചിറ്റപ്പൻ. എല്ലാം ആകെ കുഴയുന്നാ തോന്നുന്നു. നീ ഇവിടെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇവിടെ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ എന്താ എങ്ങനെ തോന്നാൻ? ഇവരുടെ വിവാഹത്തിന് എന്റെ സൗദാമനി ഉണ്ടാവണം. ഇവിടെ വെച്ചാകുമ്പോ നടക്കില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം മകൾ സുമംഗലിയായി കാണാനുള്ള ഒരു അമ്മയുടെ ആഗ്രഹം നിഷേധിക്കുന്നത് തെറ്റല്ലേ അമ്മേ? തെറ്റ് ശരി, നീ എന്നെ പഠിപ്പിക്കണ്ട. ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ ഈ വാശിക്ക് മുമ്പിൽ മൗനം പാലിച്ചുകൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതം നഷ്ടമായത്. സൗദാമനി പ്രസവിച്ച എന്റെ മകളെ അമ്മയ്ക്ക് സ്വീകരിക്കാമെങ്കിൽ ഇവരുടെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്താ ഇവിടെ പ്രശ്നം? അമ്പൂറ്റി, ഈ തറവാട്ടി വെച്ചാണ് ഇവളുടെ വിവാഹം നിശ്ചയിച്ചത്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അത് നടക്കും. പക്ഷെ സൗദാമനിയുടെ വീട്ടിൽ വെച്ചായിരിക്കുന്നു മാത്രം. അമ്പൂറ്റി, തടയണ്ട. ഞാൻ അവളുടെ അച്ഛനാണ്. കണ്ണറ്റിങ്കരയിലെ കുഞ്ഞുകുട്ടി അമ്മയ്ക്ക് വാശിയുണ്ടെങ്കിൽ അവരുടെ മകനും അതുണ്ടാവുന്ന കുട്ടിക്കോളൂ. ചിറ്റപ്പ എന്തായി കാണിക്കുന്നത്? കൊച്ചുകൃഷ്ണൻ അവനെ തടയരുത്. അവന്റെ വാശിയാണ് അവന് വലുതെങ്കിൽ അവൻ ഇറങ്ങി പോട്ടെ. പിന്നെ ഒരു കാര്യം, അമ്പൂറ്റി, എന്നെ ധിക്കരിച്ച് പടിയിറങ്ങി പോയാലുണ്ടല്ലോ,
എനിക്ക് മറ്റൊരു മകൻ കൂടി നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതും. മുത്തശ്ശി അതൊന്നുമല്ല, ഗോപിയെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. ചിറ്റപ്പ എന്തായാലും നോക്കിക്കുന്നത്, ഗോപിയെ കൊണ്ടുപോകണ്ടെന്ന് പറയൂ. നീ എന്തായി കാണിക്കുന്നേ? അവൾ ഇവിടെ നിൽക്കട്ടെ, ഇപ്പൊ കൊണ്ടുപോണ്ട. അമ്പോട്ടി തറവാട്ടിലോട്ട് നല്ല കാര്യം നടക്കാൻ പോവുക. വെറുതെ കശപിശ ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയരുത്. വർഷങ്ങൾക്ക് മുമ്പ് സൗദാമിനിയെ ഈ വീട്ടുമുറ്റത്ത് നാട്ടി ഇറക്കുമ്പോ കണ്ടു നിന്നവരല്ലേ നിങ്ങളൊക്കെ? ഈ അനുകമ്പ സഹതാവൊക്കെ അന്ന് അവിടെ പോയി. എന്നിട്ട് ഇപ്പൊ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ആരെ അനുസരിക്കാൻ എനിക്ക് മനസ്സിലെങ്കിലോ? അല്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ചിറ്റപ്പ. ഞാനൊന്ന് ഗോപിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ കൊണ്ടുപോകുന്ന നിനക്ക് എന്താ കാര്യം? അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്നല്ലേ പറഞ്ഞത്? പറയാൻ നിനക്ക് എന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്. എന്താ അവകാശം? ഇവളെന്റെ ഭാര്യ. സത്യമാണ്, ഇവളെന്റെ ഭാര്യയാണ്. നിന്നെ കൊണ്ട് ഇത് ഇവരുടെ മുമ്പിൽ വെച്ച് പറയിപ്പിക്കാനാ ഞാൻ ഈ നാടകം മുഴുവൻ കളിച്ചത്. ജീവിതം നഷ്ടമായപ്പോ ഈശ്വരനിൽ അഭയം തേടിയവനാണ് ഞാൻ. ഇല്ലാത്തൊരു മകളുടെ വേഷം കെട്ടിച്ച് നീ ഇവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ പുണ്യമാണ് ഇവളെന്ന് ഞാൻ കരുതി. മൂകാംബികയിലേക്കെന്ന് പറഞ്ഞ് ഞാൻ പോയത് എന്റെ സൗദാമിനെ അന്വേഷിച്ചാണ്. ഒടുവിൽ ഞാൻ അവളെ കണ്ടെത്തി. ഇന്നും എന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്ന എന്റെ സൗദാമിനെ. അവൾക്ക് ഇങ്ങനൊരു മകളില്ലെന്നുള്ള സത്യം അറിഞ്ഞതും അവിടുന്നാണ്. ഞാനതറിഞ്ഞപ്പോ എനിക്ക് നിന്നെ വെട്ടിക്കൊള്ളണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം സഹിച്ചു. കാരണം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ കളിച്ച കളിയിൽ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടി. എന്റെ സൗദാമിനെ തിരിച്ചു കിട്ടി. എനിക്ക് പിറന്നതല്ലെങ്കിലും ഒരു മകളെ കിട്ടി. പക്ഷേ അന്ന് എനിക്കില്ലാതെ പോയ ചങ്കൂറ്റം നിനക്ക് കാണിക്കാറില്ലേ മോനെ? ശരിയാ. പക്ഷേ എല്ലാം വിട്ടെറിഞ്ഞ് എന്റെ കൂടെ ഇറങ്ങി വന്ന ഗോപിക ഒരു വശത്ത്, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മുത്തശ്ശി മറുവശത്ത്. എനിക്ക് രണ്ടുപേരും വേണമായിരുന്നു. രണ്ടുപേരുടെ സ്നേഹവും വേണമായിരുന്നു. ഞാൻ സ്വാർത്ഥനായി പോയി. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. അല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. നീ ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലേ? നെറുകിട്ടവനെ, അകത്തൊരു പെങ്കൊച്ചു കിടപ്പുണ്ട്. നീ പോയി സമാധാനിപ്പിക്കടാ. വിവാഹത്തിന്റെ മുഹൂർത്തം കുറിച്ചപ്പോൾ പോലും നിനക്ക് നിന്റെ നാവ് പൊങ്ങില്ലല്ലോടാ. കൊല്ലത്തില്ല ഞാൻ. ചേട്ടനൊന്നും ചെയ്യരുത്. എല്ലാം എനിക്കറിയാമായിരുന്നു. എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ചേട്ടൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എല്ലാരും കൂടെ തീരുമാനിച്ചല്ലേ ഈ വിവാഹം?